സാർ, ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള CPM-ന്റെ കേരള ഘടകത്തിൻ്റെ ബന്ധത്തിനെക്കുറിച്ച് CPM-ന്റെ കേന്ദ്ര നേതൃത്വം ഒരു നിരീക്ഷണം നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ടിൽ കുറച്ച് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ആ നിർദ്ദേശം ഞാനൊന്ന് വായിക്കാം. അത് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടും നിർദ്ദേശവും കേരള ഘടകത്തിനുള്ളത്. ഹിന്ദു വികാരവും ജാതി സ്വാധീനവും CPM-ന്റെ വോട്ട് അടിത്തറയെ ബാധിച്ചു തുടങ്ങി. ഹിന്ദു വികാരവും ജാതി സ്വാധീനവും. അടുത്തത്, ഹിന്ദു രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള BJP RSS പ്രവർത്തനം ഫലം കാണുന്നു. അടുത്തത്, SNDP നേതൃത്വം ഒരു പരിധിവരെ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇതിൽ പാർട്ടി ഉചിതമായ നടപടികൾ എടുക്കണം. അവസാനമായി SDPI, ജമാഅത്ത് ഇസ്ലാമി എന്നിവയുടെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ചെറുക്കണം. അവരുമായി ലീഗിനുള്ള സഖ്യവും CPM തുറന്നു കാട്ടണം. അതായത് ഭൂരിപക്ഷ വർഗീയതയും അതേപോലെ ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കണമെന്ന് പ്ലാനുള്ള പാർട്ടിയാണ് CPM. അത് മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും അത്തരത്തിലുള്ള വർഗീയത ഉണ്ടെങ്കിൽ അതിനെ എതിർക്കപ്പെടേണ്ടതാണ്. അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തിട്ടാണ് അതിനെ വളർത്തിയെടുത്തത്. ഇതിൽ എവിടെയെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ വർഗീയമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോകുമ്പോൾ തന്നെ അവർ വ്യതിചലിച്ച് പിന്നോട്ട് മാറി ശരിയായ പാതയിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴതൊക്കെ മാറി. ഇപ്പം അങ്ങനെയൊരു ഇപ്പം കേന്ദ്ര നേതൃത്വം പറയുന്ന മാതിരി ഒരു സംഭവവും ഇല്ല. മാത്രമല്ല ഒരു കേന്ദ്ര BJPയുടെ കീഴിൽ അല്ലെങ്കിൽ BJPയുടെ കീഴിൽ അടിമകളെപ്പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് CPM-നുള്ളത് എന്ന് പറയാൻ പറ്റും. കാരണം ഇവിടെ CPM എന്ന് പറയുന്നത് പിണറായിയാണ്. പിണറായിസമാണ്, അല്ലാതെ മാർക്സിസം അല്ല ഇവിടെ പാർട്ടിക്കുള്ളത്. പിണറായിക്ക് എങ്ങനെ ഇവിടെ മുന്നോട്ട് പോകണം, പിണറായിയുടെ മക്കൾ, കുടുംബം എല്ലാം എങ്ങനെ സുരക്ഷിതമാവണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് ഇവിടെ പാർട്ടിയെ കൊണ്ടുനടക്കുന്നത്. പാർട്ടിയെ ഒരു മറയാക്കി പിണറായി വിജയൻ്റെ കേസുകളെല്ലാം ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പിണറായി വിജയൻ ചെയ്യേണ്ടത്, അത് മുകളിൽ നിന്ന് അമിത്ഷായും അതേപോലെ ഇവിടെയുള്ള BJP നേതാക്കന്മാരും പറഞ്ഞു കൊടുക്കുന്ന പ്രകാരം പിണറായി പ്രവർത്തിക്കുകയാണ്. പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ തുരുപ്പിച്ചിട്ടായി ഇപ്പം മുന്നിൽ കൊണ്ടുനടക്കുന്നത് ആരാണ്? വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ്റെ തുരുപ്പിച്ചിട്ടാവാൻ കാരണം VS അച്യുതാനന്ദൻ കൃത്യമായി അതിന് ഈ വെള്ളാപ്പള്ളിക്കെതിരെ കേസ് കൊടുത്തിരുന്നു, മൈക്രോ ഫിനാൻസ്. അതിൽ കൃത്യമായി അദ്ദേഹം അകത്താവേണ്ടിയിരുന്നു. കോടാനുകോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. അതിൽ VS അച്യുതാനന്ദൻ കൊടുത്ത ഒരു കേസ്, അതേപോലെ മഹേഷിൻ്റെ ആത്മഹത്യത്തിലൊക്കെ പെട്ട് അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടതാണ്. ഇപ്പോൾ ജയിൽവാസം നടത്തേണ്ട അദ്ദേഹത്തെ രക്ഷിച്ചുള്ള പിണറായി മാത്രമല്ല, എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് വരാതെ കേന്ദ്ര നേതൃത്വത്തെ സുരക്ഷിതമായി നിലനിർത്തുന്നതും BJP-ആണ്. ഈ വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ച് കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കി കൊടുത്തത് BJP-ആണ്. അത് കൃത്യമായി പിണറായി വെള്ളാപ്പള്ളിയെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിം വിഭാഗം, ന്യൂനപക്ഷ ഭാഗം എവിടെ നിന്ന് മാറിപ്പോയത്? CPM-ന്റെ LDF-ന്റെ ഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് ആയി മാറിപ്പോയത്. മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയിലും ഉണ്ടായിട്ടുള്ള മാറ്റം, അതായത് 29 സീറ്റുകളിലാണ് മൊത്തത്തിൽ ഒലിച്ചു പോയത്. അപ്പോൾ മലബാർ മേഖല കംപ്ലീറ്റ് UDF-ന് അനുകൂലമായി മാറിയതിന് കാരണം വെള്ളാപ്പള്ളിയുടെ ഒറ്റ പ്രസ്താവനയാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഉണ്ട് സാർ. മലപ്പുറത്തിന് അദ്ദേഹം പരാമർശിച്ചത് വളരെ മോശമായിട്ടാണ്. മുഖ്യമന്ത്രി ഹിന്ദുവിൽ കൊടുത്ത അഭിമുഖം അല്ല, അതെ. അതിനുശേഷം ഹിന്ദു പത്രത്തിൽ ആരും കാണാതെ ഡൽഹിയിൽ വെച്ച് ചെന്നപ്പോൾ കേന്ദ്ര നേതൃത്വത്തെ BJP-യെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പ്രസ്താവനകൾ ഒരു ഒരു ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുത്തിട്ട് ഇവിടെ ആരും അറിയില്ല എന്നാ, ഇംഗ്ലീഷിലായതുകൊണ്ട്. പക്ഷെ അതും കൃത്യമായിട്ട് കേന്ദ്ര BJP-യെ സന്തോഷിപ്പിക്കാനായിരുന്നു. അങ്ങനെ BJP-യുടെ ഇവിടുത്തെ ഒരു മറ്റേത് നേതാവിനേക്കാളും BJP വളർത്താൻ സഹായകരമായുള്ള നേതാവ് എന്ന് പറയുന്നത് CPM-ലെ നേതാവ് എന്ന് പറയുന്നത് പിണറായിയായി മാറി. അദ്ദേഹത്തിന് കൂട്ട് ഗോവിന്ദനും ഉണ്ടല്ലോ. അപ്പൊ ഗോവിന്ദൻ ഉണ്ടെങ്കിലും ഗോവിന്ദൻ എങ്ങനെയാണ് ഇതാവുന്നത്? ഗോവിന്ദന്റെ മകൻ ശ്യാം 2 കോടി രൂപ തട്ടിപ്പിൽ പെട്ടിട്ട് ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളാണ്. അതിൻ്റെ എല്ലാ രേഖകളും പിണറായിൻ്റെ വശമുണ്ട്. അപ്പോൾ പിണറായിക്ക് സ്തുതിഗീതം പാടുക അല്ലാതെ പിണറായിക്ക് ഗോവിന്ദന് നിവൃത്തിയില്ല. മാത്രമല്ല രാജേഷ് കൃഷ്ണയുമായിട്ട് ഒരുമിച്ച് ലണ്ടനിലും അതേപോലെ ഓസ്ട്രേലിയയിലും പോയി ഗോവിന്ദന് ചില കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ രേഖകളും ആരുടെ അടുത്തുണ്ട്? പിണറായി വിജയൻ്റെ അടുത്തുണ്ട്. അപ്പം പിണറായി വിജയൻ പാർട്ടിയെ നിശബ്ദരാക്കി. ഇതിനകത്തുള്ള ഈ സെക്രട്ടേറിയറ്റ് മെമ്പർമാരിൽ ഭൂരിപക്ഷം പേർക്കും എല്ലാവർക്കും ഇടപാടുണ്ട്. ഇപ്പൊ പിണറായി കേന്ദ്ര നേതൃത്വത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. ഇവിടുത്തെ ഏത് BJP നേതാക്കന്മാരെക്കാട്ടും ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരെന്ന് വെച്ചാൽ പിണറായിയാണ്. പിണറായിയെ കൊണ്ടിട്ട് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാക്കി വെള്ളാപ്പള്ളിയെ കൊണ്ട് പ്രസ്താവന ഇറക്കി
അങ്ങനെ ഹിന്ദു മുസ്ലിം മുസ്ലിം ഒരു ക്രിസ്ത്യൻ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുക, അങ്ങനെ ഹിന്ദു വോട്ട് ഒറ്റയടിക്ക് BJPയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള തന്ത്രമാണ് അവർ പയറ്റുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പക്ഷേ വടക്കേ മലബാറിൽ കംപ്ലീറ്റ് പരാജയപ്പെട്ടു. പക്ഷേ തിരുവനന്തപുരത്ത് അത് മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. BJPക്കോ ഗുണം കിട്ടിയില്ല, LDFനോ ഗുണം കിട്ടിയില്ല. നേരെ BJPക്ക് പോയി. ഇപ്പം വെള്ളാപ്പള്ളിയെ ആരാണ് ഏറ്റെടുത്തിരിക്കുന്നത്? വെള്ളാപ്പള്ളിയെ CPMന്റെ അണികളടക്കം തള്ളിക്കളഞ്ഞു, UDF തള്ളിക്കളഞ്ഞു, അവരുടെ ജാതിക്കാരെ തള്ളിക്കളഞ്ഞു. പക്ഷേ ആര് ഏറ്റെടുത്തിരിക്കുന്നു? BJP വെള്ളാപ്പള്ളിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കൂടെ നിൽക്കുകയാണ്. വെള്ളാപ്പള്ളി നമ്മൾ പ്രഥമദൃഷ്ട്യാ നോക്കുമ്പം ശുദ്ധനായി കണ്ട് BJPക്ക് എതിരാണെന്നുള്ളതാണ് വരുത്താൻ ശ്രമിക്കുന്നതെങ്കിലും ഈ ഹിന്ദു ധ്രുവീകരണം ഉണ്ടാക്കാൻ അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ്. അദ്ദേഹം ഹിന്ദുത്വത്തെ അംഗീകരിക്കുന്നതാണ്. മുസ്ലിം തീവ്രവാദത്തെ മാത്രമല്ല, മുസ്ലിങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി എന്നുള്ള രൂപത്തിൽ ഇതാക്കി വെള്ളാപ്പള്ളിക്ക് വേണ്ടിയിട്ട് ആ വെള്ളാപ്പള്ളിയെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ശക്തമായ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ആര്? BJPയും ഹിന്ദു സംഘടനകളും. അത് വളരെ വ്യാപകമായി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി എന്താണോ പറഞ്ഞുള്ള ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കണം. ശരിക്കും വെള്ളാപ്പള്ളി പ്രത്യക്ഷം നോക്കുമ്പോൾ പിണറായിൻ്റെ കൂടെയാണ്. അദ്ദേഹം എന്താ ചെയ്തത്? കഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി ശബരിമല അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായല്ലോ, ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായല്ലോ. ആ ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ കാറിൽ പോയത് വഴി മെസ്സേജ് എന്താ കൊടുക്കുന്നത്? ഈ വർഗീയ വിഷം, ഹിന്ദു വികാരം ഉണർത്തിക്കൊണ്ട് ഇവിടെ വർഗീയ വിഷം, ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന വെള്ളാപ്പള്ളിയെ കൂടെ നടക്കുന്ന ആരാണ്? പിണറായിയാണ്. എന്താണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം? ഇങ്ങനെയുള്ള ആളുകളെ അടുപ്പിക്കരുത്, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കണം എന്ന് പറയുന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടിനെതിരാണ് പിണറായി ഈ വെള്ളാപ്പള്ളിയെയും കൊണ്ട് കാറിൽ കയറ്റി കൊണ്ടുപോയത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാറിലാണ്, പേഴ്സണൽ കാറിലല്ല. അപ്പൊ മുഖ്യമന്ത്രി തന്നെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വികാരം ഉണ്ടാക്കിയത് കൂടി ആർക്കാ ഗുണം കിട്ടിയത്? BJPക്കാണ്. CPMലേക്ക് ആരും വരാൻ പോണില്ല. CPMന്റെ സാധാരണ നമുക്കറിയാൻ നിലപാട് വർഗീയതയ്ക്കെതിരാണ്. ഏതെങ്കിലും SNDPക്കാരൻ ഇപ്പം LDFന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് പ്രാവശ്യം? ഇല്ല. എല്ലാ മേഖലകളെയും തകർന്നില്ല. അതേസമയത്ത് BJPക്ക് ഒരു അനുകൂലമായ തരംഗം എവിടെയുണ്ടായത്? കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ഏകദേശം ഒരു 25ഓളം മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ടുള്ള മണ്ഡലങ്ങളിലാണ് ഭൂരിപക്ഷം കിട്ടിയത്. അവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു. തൃശ്ശൂരിൽ അവര് സുരേഷ് ഗോപി നേടിയ തൃശ്ശൂർ കൊച്ചി കോർപ്പറേഷൻ ഏരിയയിൽ 36 വാർഡുകളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പ്രാവശ്യം ഇല്ലല്ലോ. അതല്ല 6 നിയോജക മണ്ഡലങ്ങളിൽ NDAക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ. പ്രാവശ്യം ഇല്ലല്ലോ. അതേസമയത്ത് ആലപ്പുഴയിൽ 22% വോട്ട് BJPക്ക് ഉണ്ട്. അത് എവിടുന്നാ വന്നത്? അത് വെള്ളാപ്പള്ളിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവന വഴി ഹിന്ദു ധ്രുവീകരണം, ഹിന്ദു മേഖലയിലുള്ള SNDPന്റെ വോട്ട് മറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഗുണം. കാരണം BJPയെ സംബന്ധിച്ച് വടക്ക് കിട്ടിയില്ലേ വേണ്ടില്ല, തെക്ക് കിട്ടിയാൽ മതി, ഗ്രിപ്പ് കിട്ടിയാൽ മതി. ഈ 36 മണ്ഡലങ്ങളിൽ ഏകദേശം 40,000 വോട്ടിന് 45,000 വോട്ടിനും ഇങ്ങോട്ട് 35,000 വോട്ടിന് ഇടയ്ക്കുള്ള വോട്ടുകൾ കിട്ടിയ സ്ഥലമാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥലമാണ് നോക്കണം. 3ാം സ്ഥാനത്തുള്ള 2ാം സ്ഥാനത്ത് അവർ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ പിണറായിയെ കൊണ്ടും വെള്ളാപ്പള്ളിയെ കൊണ്ടും കഴിഞ്ഞു. അപ്പോൾ ഇത് അപകടം മനസ്സിലാക്കിയിട്ടാണ് കേന്ദ്ര നേതൃത്വം പറയെങ്കിലും പിണറായിക്ക് ഇതൊക്കെ പരിഹാസത്തോടു കൂടി തള്ളിക്കളയാൻ. കാരണം പിണറായിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. കേന്ദ്ര നേതൃത്വം പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം പിണറായി അനുസരിക്കാൻ പോകുന്നത്. നേതൃത്വം എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിലെ അംഗങ്ങൾ തന്നെയാണല്ലോ, CCയിലുള്ളതല്ല. അല്ലാതെ നമ്മുടെ ബേബി ആണല്ലോ പ്രസ്താവന ഉറപ്പിക്കാൻ. ബേബി എന്ന് പറയുന്നത് ബംഗാളും ത്രിപുരയുള്ള കുറച്ച് ആൾക്കാർ അവിടെയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞുപോയി ഒലിച്ചുപോയ സ്ഥലങ്ങളാണ് CPM. ഇനി ആപ്പാടുള്ളത് കേരളത്തിലാണ്. ആ കേരളത്തിലേക്ക് നാശം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് BJP പ്ലാൻ ചെയ്യാണ് പിണറായി വിജയനെ കൊണ്ട് കേരളത്തിലെ CPMനെ കംപ്ലീറ്റ് നശിപ്പിച്ച് ആ വോട്ട് മുഴുവൻ അവരുടെ അടിത്തറ എന്ന് പറയുന്ന ഹിന്ദു വോട്ടാണ്. SNDPയിൽ സാധാരണ ഈഴവരുടെ വോട്ടാണ് CPMലുള്ളത്. ആ CPMലെ ഈഴവര വോട്ട് കംപ്ലീറ്റ് BJPയിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. പക്ഷേ UDFന് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. CPMനാണ് ഏറ്റവും അടിത്തറ പോയത് ഈ ആലപ്പുഴയിലും അതേപോലെ കൊല്ലത്തും തിരുവനന്തപുരത്തും. അപ്പൊ ആ വോട്ട് പോയപ്പോൾ UDFന്റെ വോട്ട് അവിടെ സ്ഥിരമായി ഉണ്ടായിരുന്നു, അവർക്ക് വോട്ട് കൂടിയിട്ടില്ല. ഇപ്പൊ CPMന്റെ വോട്ട് ഒരു ഭാഗം BJPക്ക് പോയപ്പോൾ
UDF അവിടെ വിജയിച്ചു എന്നുള്ളൂ. UDF വലിയ വോട്ടൊന്നും പിടിച്ചിട്ടില്ല. അവർക്ക് കിട്ടാനുള്ള വോട്ട് കിട്ടി. ഓർക്ക് സാധാരണ കിട്ടുന്ന വോട്ട് കിട്ടിയല്ലാതെ അവരെ വോട്ട് പോയിട്ടില്ല. ഇപ്പം CPM ആണ് കംപ്ലീറ്റ് ഈ ഇതിൽ നഷ്ടക്കച്ചവടത്തിൽ ഉണ്ടായിട്ടുള്ളത്. വെള്ളാപ്പള്ളിയും അതേപോലെ പിണറായിയും തമ്മിലുള്ള ഈ കൂട്ടുകെട്ടും ഈ പ്രസ്താവനകളും കൊണ്ട് എത്തിക്കുന്നത് സാർ. പിന്നെ ഒന്നുകൂടെ ഇതിൽ പറയാനുണ്ട് സാർ. അവരുടെ നിർദ്ദേശത്തിൽ SDPI, ജമാഅത്ത് ഇസ്ലാമി എന്നിവയുടെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ചെറുക്കണമെന്ന് പറയുന്നുണ്ട്. അല്ല, അത് അവർ പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം. അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയുമ്പം ഇത് തന്നെയാണ്, ഇത് ആരാണ് അവരോട് കൂടി നിൽക്കുന്നത്? ഈ വെൽഫെയർ പാർട്ടിയുമായിട്ട് കൂട്ടിയേർന്നുകൊണ്ട് ആരാണെന്ന് ജമാഅത്തെ ഇസ്ലാമിന്റെ അമീർ ആരെയാണ് AKG സെന്ററിൽ പോയി കണ്ടിട്ടുള്ളത്? പിണറായി വിജയനില്ലേ? അതെന്തിനാണ് അവർ പോയി കണ്ടത്? നമ്മുടെ മുഹമ്മദ് റിയാസിനോട് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അമീർ അവിടെ വന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കി റിയാസിനെ 2009 വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അമീർ അവിടെ വന്നത്. അപ്പോൾ ആ മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കാൻ പോയതൊക്കെ ഇപ്പം പരാജയപ്പെട്ടു. മുസ്ലിങ്ങളെല്ലാം തന്നെ ഇപ്രാവശ്യം എങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളതിൻ്റെ ഡബിൾ എഫക്റ്റ് ആയിരിക്കും ഇനി ഉണ്ടാകാൻ പോണത്. കാരണം അതിനുശേഷവും ഉണ്ടായിട്ടുള്ള പ്രസ്താവനകളും അതേപോലെയുള്ള കാര്യങ്ങളും വീണ്ടും തുടരുകയാണ് വെള്ളാപ്പള്ളി. ആര് പറഞ്ഞാലും വെള്ളാപ്പള്ളി അനുസരിക്കും എന്ന് കരുതണ്ട. കാരണം അദ്ദേഹത്തിന് മുകളിൽ നിന്നുള്ള എൻഫോഴ്സ്മെന്റ് റെയ്ഡ് ഉണ്ടാവുന്നുള്ള പേടിയുണ്ട്. ഇപ്പുറത്തുനിന്ന് പിണറായി പിടിച്ച് അകത്താക്കും എന്നുള്ള പേടിയുണ്ട്. ആ പിണറായി പറയുന്ന പ്രകാരം പ്രസ്താവന ഇറക്കി കേരളത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തമായി മാറ്റിയിരിക്കുകയാണ് വെള്ളാപ്പള്ളിയെ. അത് കൃത്യമായി വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കേന്ദ്ര നേതൃത്വം ഇനി എന്ത് പറഞ്ഞാലും ഈ കേരളത്തിലെ CPMനെ രക്ഷിക്കാൻ കഴിയില്ല. അത് തകർന്നു കഴിഞ്ഞു, അടിത്തറ തകർത്തു കഴിഞ്ഞു പിണറായി. അതാണ് ഈ വർഗീയ ധ്രുവീകരണം വഴി പിണറായി വിജയൻ ചെയ്ത കേരളത്തിനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും.